കുട്ടികളാരും ഈ ഇംപ്ലിമെൻറ്റേഷൻ തനിയെ ചെയ്തത് മുതിർന്നവരുടെ ഹെൽപ്പോടുകൂടി മാത്രം ചെയ്യുക. കാരണം തീ അല്ലെങ്കിൽ അഗ്നി അല്ലെങ്കിൽ ഫയർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞങ്ങൾ ഇത് ചെയ്തേക്കുന്നത് ഫുൾ പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മുതിർന്നവരുടെ ഹെൽപ്പോടുകൂടി മാത്രം ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റിമോട്ട് കൺട്രോൾഡ് മൊബൈൽ റോക്കറ്റ് ലോഞ്ചറാണ്. ഒരേ സമയം 4 റോക്കറ്റിനെ നമുക്ക് റിമോട്ടായിട്ട് നിന്ന് ഫയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ആ മൊബൈൽ യൂണിറ്റിനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എല്ലാം കൊണ്ടുപോകാൻ പറ്റും. സേഫ്റ്റിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 4 റോക്കറ്റും മിസൈൽ 4 മിസൈലും ലോഞ്ചിങ്ങിന് റെഡിയായിട്ട് ലോഞ്ച് പാഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ മൊബൈൽ ലോഞ്ച് പാഡ് വീടിൻ്റെ മുകളിലെ ടെറസിൽ ഒരു കോർണറിൽ കൊണ്ട് വെച്ചേക്കാണ്. മിസൈലിൻ്റെ ഫിലമെൻറ്റ് ഇഗ്നിഷൻ പോയിന്റിൽ ടച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫയർ ചെയ്ത് നോക്കാം. ഞാനിത് അസംബിൾ ചെയ്ത വീഡിയോ റെക്കോർഡ് ചെയ്തപ്പം ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ടും കൂടി. അപ്പം ഞാനിത് പ്ലാൻ ചെയ്തേക്കണം ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം അസംബ്ലിങ് ഒരു വീഡിയോ ആയിട്ടും ബാക്കിയുള്ളത് ഒരു വീഡിയോ രണ്ട് വീഡിയോ ആയിട്ടോ, അതായത് 2 or 3 വീഡിയോ ആയിട്ടായിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ പേടിക്കേണ്ട, ഇന്നൊരു വീഡിയോ നാളെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ അങ്ങനെ ആയിരിക്കില്ല ഇടുന്നത്. എല്ലാം 3 വീഡിയോയും ഒരൊറ്റ ദിവസം ഒരേ സമയത്ത് തന്നെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യില്ല. പിന്നെ ഇത് കാരണം ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യണം, കാരണം വീഡിയോയുടെ സൈസ് അങ്ങ് കൂടും. മാത്രമല്ല അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. ചിലപ്പോൾ ഫെയിൽ ആവുകയാണെങ്കിൽ പിന്നെ ഒന്നേന്ന് റീട്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഡിവൈഡ് ചെയ്ത് ഇടുന്നത്. ഒരു റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്മീറ്ററും അതിൻ്റെ റിസീവറും അതിൻ്റെ സ്വിച്ചിങ് സർക്യൂട്ടും അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇത് ഇത്രയും. ഇതിനകത്ത് വളരെ സിമ്പിളാണ്. നിങ്ങൾ കോംപ്ലിക്കേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ഐ സിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ എല്ലാം ഐ സി തന്നെ നോക്കിക്കോളും. ട്രാൻസ്മിറ്റർ നോക്കിക്കോളും. നമ്മളൊന്നും അറിയണ്ട. പക്ഷേ നമ്മളിതൊന്ന് അസംബിൾ ചെയ്താൽ മാത്രം മതി. കാരണം വളരെ കുറച്ച് കമ്പോണൻസേ ഉള്ളൂ. ഞാൻ ഓരോ കമ്പോണൻസായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ ട്രാൻസ്മിറ്ററിലും റിസീവറിലും യൂസ് ചെയ്യാൻ പോകുന്നത് 18650 ബാറ്ററിയാണ്. ട്രാൻസ്മിറ്റർ കാരണം 3.7 വോൾട്ട് 5 വോൾട്ടേജ് വരെ വർക്ക് ചെയ്യും. അപ്പം 3.7 വോൾട്ടേജിലുള്ള 2 ബാറ്ററിയാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യണത്. ഒരെണ്ണം ട്രാൻസ്മിറ്ററിനും ഒരെണ്ണം റിസീവറിനും ഈ ബാറ്ററി. പിന്നെ ഉള്ളത് 4 റിലേ, അതായത് നമ്മൾ സ്വിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ 4 റിലേ, 2 ഡയോഡ് ഓൾറെഡി ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 ഡയോഡേ എടുത്തിട്ടുള്ളൂ. കാരണം ഇത് ഫ്ലൈ ബാക്ക് ഡയോഡാണ്. റിലേയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തിനാണ് ഈ ഫ്ലൈ ബാക്ക് ഡയോഡ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ 2 എണ്ണം ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് 2 എണ്ണം, അത് ഈ 2 ഡയോഡിനകത്ത് റിലേക്കകത്ത് ഫിക്സ് ചെയ്യണം. ഇത് 5 വോൾട്ട് റിലേ ആണ് ഞാൻ യൂസ് ചെയ്തേക്കണത്. 5 വോൾട്ട് റിലേസാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ആൻറ്റിന, ട്രാൻസ്മിറ്ററിനും റിസീവറിനും ആൻറ്റിന. ഇത് വേറെ ഒന്നുമല്ല, ഒരു വയർ ബെൽറ്റ് വയറിൻ്റെ ഇല്ല, അല്ലെങ്കിൽ റിബൺ വയറിൻ്റെ ഒരു സ്ലീവ് ഒരെണ്ണം എടുത്തിട്ട് ഇത്തിരി നീളത്തിന് സ്ലീവ് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടിൻ ചെയ്തു, ലെഡ് വെച്ച് ടിൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഇതേപോലത്തെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറിൽ ചുറ്റിയും എടുത്തു. അത്രയും മതി. കാരണം 15 സെൻറ്റിമീറ്ററിൻ്റെ ആണ് ആൻറ്റിന കൊടുക്കണമെങ്കിൽ നല്ല റേഞ്ച് കിട്ടും. ഒരു 80-90 മീറ്ററോളം റേഞ്ച് കിട്ടും. പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇത് മതി. ഇത് തന്നെ ധാരാളമാണ്. ഇത് തന്നെ നല്ല ആൻറ്റിന കൊടുത്തില്ലെങ്കിൽ ഒരു റൂമിനകത്ത് മുഴുവൻ കിട്ടും. ആൻറ്റിന കൊടുത്താൽ കുറേ കൂടെ ഡിസ്റ്റൻസ്, ആൻറ്റിന ലെങ്ത് കൂടുന്നതനുസരിച്ച് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ വരെ അവർ 15 അല്ല 10 to 15 സെൻറ്റിമീറ്റർ വരെ അവർ പറയുന്നുള്ളൂ. അത്രയും മതി മാക്സിമം. അതിൻ്റെ അപ്പുറത്തോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, ഉപയോഗമില്ല. പിന്നെ ഉള്ളത് 1K റെസിസ്റ്ററാണ്. 9 എണ്ണം വേണം. 9 എണ്ണം വേണമെന്നില്ല, LED കൂടെ കണക്ട് ചെയ്യണോണ്ടാണ് 9 എണ്ണം പറഞ്ഞത്. ഇല്ലെങ്കിൽ 4 എണ്ണം മതിയാവും. LED നിങ്ങൾക്ക് വേണ്ടെങ്കിൽ, LED ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് 5 എണ്ണം മതിയാവും. പിന്നെ ഉള്ളത് ഒരു 33K റെസിസ്റ്റർ, ദെൻ ഒരു 1 മെഗാ ഓം റെസിസ്റ്റർ, ദെൻ 4 മൈക്രോ സ്വിച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ചെയ്യാനില്ലേ, നമുക്ക് ഓരോന്നായിട്ട് സ്വിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി 4 ചാനലാണ് നമ്മളിപ്പം ഇത് ചെയ്യണത്. അപ്പോൾ അതിനുവേണ്ടി 4 സ്വിച്ച് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു 4 മൈക്രോ സ്വിച്ചിനെ ഒരു എൻഡ് പാരലായിട്ട് കൊടുത്തിട്ട്, ഒരു എൻഡ് കംപ്ലീറ്റ് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെല്ലാം വയർ കണക്ട് ചെയ്തെടുക്കുന്നു. അത്രേ ഉള്ളൂ. നമുക്ക് ഇത്രയും ലെങ്ത് വേണ്ട PCBക്ക്. അത് PCBയുടെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാം. പിന്നെ ഉള്ളത് ഇത് ഞാൻ എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞുതരാം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഒന്നുമില്ല, ഇത് വളരെ സിമ്പിളായിട്ടുള്ള മറ്റേ PCB കണക്ടറാണ്. അതിനെ 4 പോയിൻ്റുള്ള ഒരു കട്ട് ചെയ്തെടുത്തേക്കണമെന്നേ ഉള്ളൂ. ഇത് BC557 ട്രാൻസിസ്റ്ററാണ്, PNP ട്രാൻസിസ്റ്ററാണ്. 556 557 ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടില്ലേ, ഈ എൻകോഡർ ഡീകോഡറിൻ്റെ ഔട്ട്പുട്ട് നെഗറ്റീവാണ്, ആക്റ്റീവ് ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ സ്വിച്ച് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇത്. ആക്റ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ,
ആക്ടിവേറ്റ് ആകുമ്പം നെഗറ്റീവ്, അത് പോസിറ്റീവ് ആയിരിക്കും ഇതിൻ്റെ നോർമലി ഉള്ള പവർ സപ്ലൈ, അതായത് ഔട്ട്പുട്ട് പിന്നിൽ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇത് ആക്ടിവേറ്റ് ആകുമ്പോൾ നെഗറ്റീവിലോട്ട് പോകും. അപ്പം അതിനെ സ്വിച്ച് ചെയ്യിക്കാൻ നമുക്ക് PNP ട്രാൻസിസ്റ്റർ, PNP, അതായത് ബേസ് നെഗറ്റീവ് വരണം. അപ്പോൾ അതിന് വേണ്ടിയാണ് PNP ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇത് പിന്നെ 18 പിൻ IC ബേസ് രണ്ടെണ്ണം. കാരണം ഈ HT12Eയും HT12D ഇത് രണ്ടും എൻകോഡർ ഡീകോഡർ IC ആണ്. ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം. അതിൻ്റെ IC ബേസ്. പിന്നെ ഇത് DIP സ്വിച്ചാണ്. ഇതും എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. DIP സ്വിച്ച്, ഡിപ്പ് സ്വിച്ച് അറിയാമല്ലോ, ഇത് 8 പിന്നാണ്, 8 പിൻ DP സ്വിച്ചാണ്. ഇത് ഓരോന്നായിട്ട് കണക്ട്, ഓരോ സ്വിച്ചായിട്ട് അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ട്രാൻസ്മിറ്ററും റിസീവർ മോഡ്യൂൾ 433 MHz വർക്ക് ചെയ്യുന്ന ട്രാൻസ്മിറ്ററും റിസീവറും മോഡ്യൂളാണ്. ഇത് പെയറായിട്ടേ കിട്ടുള്ളൂ. ഇതെല്ലാം വാങ്ങിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത്, കാരണം ചീപ്പാണ്. ഓൺലൈനായിട്ട് ഒരല്പം വില കൂടുതലാണ്. ഈ സാധനങ്ങൾക്കൊക്കെ ലോക്കൽ മാർക്കറ്റ് വില കൂടുതലാണ്. ഈ ട്രാൻസ്മിറ്റർ റിസീവർ മോഡ്യൂൾ ലോക്കൽ മാർക്കറ്റിൽ വില കൂടുതലാണ്, ഓൺലൈനാണ് ഏറ്റവും ലാഭം. DIP സ്വിച്ചും രണ്ടെണ്ണം മതി, അപ്പം ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഈ സാധനം പക്ഷേ ഇത്തിരി വില കൂടുതലാണ് ലോക്കൽ മാർക്കറ്റിൽ, പക്ഷേ ഓൺലൈനായിട്ട് വാങ്ങിച്ചാൽ നല്ല വില കുറച്ച് കിട്ടും. ഭയങ്കര ഡിഫറൻസാണ് ഇത്. പിന്നെ ഇതിനൊക്കെ ബാക്കിയുള്ളതിന് ലോക്കൽ മാർക്കറ്റിൽ ഒരേ വില തന്നെ. ഞാനിത് ഓരോന്നായിട്ട് പരിചയപ്പെടും. ഫസ്റ്റ് ഇതാ ഈ കുന്ത്രണ്ടം, ഈ ഒരു സാധനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താം. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യണേ. ഇത് 433 MHz വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസ്മിറ്ററും റിസീവറും മോഡ്യൂളാണ്. ഇത് റിസീവർ മോഡ്യൂളും ഇത് ട്രാൻസ്മിറ്റർ മോഡ്യൂളും. ഇത് 433 MHz വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് രണ്ടും ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3.5 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെയുള്ള പവർ സപ്ലൈയിലെ വർക്ക് ചെയ്യും. ഇതിൽ കൂടുതൽ കൊടുത്താൽ ഇത് അടിച്ചു പോകും. പക്ഷേ അതിൽ ഇപ്പം 5 വോൾട്ട് മുതൽ സുഖമായിട്ട് വർക്ക് ചെയ്യും, നല്ല റേഞ്ചിൽ തന്നെ വർക്ക് ചെയ്യും. 5 വോൾട്ടിൽ നല്ല റേഞ്ചാണ് കിട്ടുന്നത്. 3.5 വോൾട്ടിലും 7 വോൾട്ടിലും, അതായത് ലിഥിയം അയോൺ ബാറ്ററിയിൽ ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നല്ല റേഞ്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ASK മോഡുലേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ASK എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിൽ. അത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കാണാം. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് റേഞ്ച് കൂടുതലാണ്. ഇപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷനേക്കാളും AM അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ റേഞ്ച് കൂടുതൽ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എന്ത് സിഗ്നൽ കൊടുത്താലും ഡേറ്റ പിന്നിൽ നിങ്ങൾക്കിത് കാണാം. ഞാൻ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് പറഞ്ഞുതരാം. ഫസ്റ്റ് ട്രാൻസ്മിറ്ററിൻ്റെ ബാക്കിലെല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ പിന്നെ ഗ്രൗണ്ട്, രണ്ടാമത്തെ പിന്നെ ഡേറ്റ സീരിയലായിട്ട് വേണം കൊടുക്കാനേ, പാരലലായിട്ടല്ല വർക്ക് ചെയ്യണം, സീരിയലായിട്ടാണ് ഡേറ്റ പാസ് ചെയ്യുന്നത്. ആ സീരിയലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിഗ്നൽ കൊടുത്താൽ വർക്ക് ചെയ്യും. അതിനുവേണ്ടി നമുക്ക് എൻകോഡേഴ്സ് എല്ലാം ഉണ്ട്, അതുകൊണ്ട് നമ്മളൊന്നും പേടിക്കൊന്നും വേണ്ട. പിന്നെ പ്ലസ് VCC ആണ്, അതായത് 3.75 മുതൽ 5 വോൾട്ടേജ് വർക്ക് കൊടുക്കുക. പിന്നെ ഇത് ആൻറ്റിനയ്ക്ക് ഒരു ചെറിയൊരു വയർ ചുറ്റിയങ്ങ് എടുത്താൽ മതി. ഇതുപോലെ അങ്ങ് എടുത്ത് സൂം ചെയ്ത് ഇതുപോലെ എടുത്തങ്ങ് കണക്ട് ചെയ്താൽ മതി, അത് വർക്ക് ചെയ്യും. പിന്നെ റിസീവർ മോഡ്യൂളും ഇതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. റിസീവർ മോഡ്യൂൾ ആദ്യത്തെ പിൻ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ട് കുറേ പിൻസ് ഉണ്ട് കേട്ടോ. അവർ ഇൻറ്റേർണലി അത് ചെറുതാക്കാൻ വേണ്ടി ഡബിൾ സൈഡഡ് പ്രിൻ്റഡ് ബോർഡിൽ എല്ലാം കണക്ട് ചെയ്തേക്കാം. ഈ നടുക്കത്തെ 2 പിന്നും ഗ്രൗണ്ടാണ്. പിന്നെ രണ്ടാമത്തെ പിന്നാണ് ഡേറ്റ. പിന്നെ മൂന്നാമത്തെ പിൻ നോ കണക്ഷനാണ്, നമ്മൾ കൊടുക്കണമെന്നില്ല കണക്ഷൻ. പിന്നെ VCC ഉണ്ട്, പ്ലസ് VCC 3.5 to 5 വോൾട്ട്. ഈ 2 പിന്നും ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ആൻറ്റിന ലാസ്റ്റ് പിൻ. അപ്പോൾ ഈ ഡേറ്റയും സീരിയലായിട്ടാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഈ സീരിയലായിട്ട് കിട്ടുന്ന, അതായത് ഈ ട്രാൻസ്മിറ്റർ വഴി സീരിയലായിട്ട് പാസ് ചെയ്യുന്ന ഡേറ്റ, അത് ബിറ്റ് ബൈ ബിറ്റായിട്ട് പാസ് ചെയ്യുന്ന ഡേറ്റ ഇത് അതുപോലെ ബിറ്റ് ബൈ ബിറ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് 2 പാരലൽ കൺവെർട്ടേഴ്സ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ഇതെല്ലാം 433 MHz വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് 433 MHz വർക്ക് ചെയ്യുന്ന ട്രാൻസ്മിറ്ററിന് സിഗ്നൽ പോയാലും ഇവിടെ കിട്ടും, കാരണം എല്ലാം ഒരേ ഫ്രീക്വൻസിയിലല്ലേ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചോ, അപ്പോൾ അവർ ട്രാൻസ്മിറ്ററിൽ ട്രാൻസ്മിറ്റ് ചെയ്യണത് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിന് വേണ്ടിയാണ് നമ്മളിതാ ഈ 2 സാധനങ്ങൾ യൂസ് ചെയ്യണത്. HT12Eയും HT12D എന്നും പറയുന്ന 2 എൻകോഡറും ഡീകോഡറും. ഒന്ന് HT12E എന്ന് പറഞ്ഞാൽ എൻകോഡർ, HT12D എന്ന് പറഞ്ഞാൽ ഡീകോഡർ. എൻകോഡർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്ററിൻ്റെ കൂടെ എൻകോഡർ യൂസ് ചെയ്യും, റിസീവറിൻ്റെ കൂടെ കൂടെ നന്നായിട്ട് വെച്ച് തരാം. അപ്പോൾ ട്രാൻസ്മിറ്ററിൻ്റെ കൂടെ എൻകോഡർ യൂസ് ചെയ്യും, റിസീവറിൻ്റെ കൂടെ ഡീകോഡറും യൂസ് ചെയ്യും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ ടു പാരലൽ കൺവെർട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പ്ലസ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് അഡ്രസ് ബിറ്റ് ഉണ്ട്. അതായത് 8 പിന്ന് അഡ്രസ്സിന് വേണ്ടി മാത്രം. അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അഡ്രസ്സ്? അതായത് എൻകോഡറിൽ സെൻഡ് ചെയ്യുന്ന ഡേറ്റയെ അഡ്രസ്സും കൂടെ ഇട്ടാണ് സെൻഡ് ചെയ്യുന്നത്.
അപ്പോൾ അത് ഡീകോഡറിൽ കിട്ടുമ്പോൾ ആ അഡ്രസ്സ് സെയിം ആണെങ്കിൽ മാത്രമേ ഡീകോഡർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അഡ്രസ്സ് കൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടുകാർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നു, അവരവരുടെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ സെയിം ട്രാൻസ്മിറ്റർ യൂസ് ചെയ്തു, ഡേറ്റയും പാസ് ചെയ്തു. പക്ഷേ ഈ അഡ്രസ് ബാർ അവരെന്ത് ചെയ്യുന്നത്, ഈ അഡ്രസ് ബിറ്റ് സെറ്റ് ചെയ്യണ അഡ്രസ്സിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതായത് ഞാനിത് 100000 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 7 ഡിജിറ്റിൽ സെറ്റ് ചെയ്താൽ ഇവിടെ 7 ഡിജിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും മിസ് മാച്ച് വരാനോ അല്ലെങ്കിൽ മിസ് സ്വിച്ച് ചെയ്യാനോ നമുക്ക് മനസ്സിലാവും വേറെ ആരോ ഇതേ അഡ്രസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് മാറ്റി കൊടുക്കും. ആ അഡ്രസ്സ് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിതാ ഈ DIP സ്വിച്ച് യൂസ് ചെയ്തേക്കുന്നത്. ഈ DIP സ്വിച്ച് എന്തിന്, ട്രാൻസ്മിറ്ററിലും റിസീവറിലും ഒരേ DIP സ്വിച്ച്, അതായത് അഡ്രസ്സ് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഈ ട്രാൻസ്മിറ്ററിൽ ഞാനൊരു അഡ്രസ്സ് സെറ്റ് ചെയ്യും, ഇത് റിസീവറിലും ഒരു അഡ്രസ്സ് സെറ്റ് ചെയ്യും. എന്നിട്ട് അതേ അഡ്രസ്സിൽ തന്നെ ആയിരിക്കണം രണ്ടും വർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് നോക്കാം, ഇത് രണ്ടും ഒരേ അഡ്രസ്സിലാണ് വർക്ക് ചെയ്തേക്കണം, എല്ലാം തമ്മിൽ കണക്ട് ചെയ്ത്. കാരണം ഓണെന്ന് എഴുതിയിരിക്കണം കണ്ട, ഈ ഓണെന്ന് എഴുതിയിരിക്കണം കണ്ട, ഈ പിന്നും കണക്റ്റഡ് എന്നാണ്, ഷോർട്ട് ആയതിന് ഇക്വലൻ്റാണ് ഈ ഓണെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ സ്വിച്ച് ഇങ്ങോട്ട് മാറ്റിയെന്ന് വെച്ചോ, ഇപ്പം ഈ രണ്ട് സ്വിച്ചും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഈ അഡ്രസ്സും ഡിഫറൻസാണ്. ഇതിനകത്ത് മാത്രം 1 അതായത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിലൊന്നും ആക്ടിവേറ്റ് ഇല്ല. അപ്പോൾ ഇത് തമ്മിൽ വർക്ക് ചെയ്യില്ല ഒരിക്കലും. ഇനി ഇത് തമ്മിൽ വർക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴാണ് വർക്ക് ചെയ്യണത്, ഇതിനെ കൂടെ ഞാനെടുത്ത് ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ ഇത് തമ്മിൽ ഇപ്പോൾ സിങ്കായി ബൈൻഡായിട്ട് അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഏത് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അപ്പോൾ അടുത്ത എത്ര പേര് വേണമെങ്കിലും ഇതേ ട്രാൻസ്മിറ്ററും റിസീവറും തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഈ അഡ്രസ്സ് ഉള്ളതുകൊണ്ട് കൃത്യ അഡ്രസ്സ് സെറ്റ് ചെയ്തേക്കുന്നതിന് മാത്രമേ ഇവൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പം ഈ 12Dയും HT12Eൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് എൻകോഡറും ഡീകോഡറാണ് വിത്ത് അഡ്രസ് ബിറ്റ്. അത് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, നമ്മളിതാ ഇതിനെ ഡയറക്റ്റ് ഈ DIP സ്വിച്ചിനെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇൻറ്റേർണലി ഈ ഡീകോഡറും എൻകോഡറും തന്നെ ഇതിനെ വർക്ക് ചെയ്തെടുത്തോളും. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ എൻകോഡറും ഡീകോഡറിൻ്റെയും അഡ്വാൻറ്റേജ്. നമ്മൾ ഈ ഇത് ട്രാൻസ്മിറ്ററിനൊന്നും ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്തില്ല, അതിന് പകരം എന്താ ഇതേപോലത്തെ സോക്കറ്റ് യൂസ് ചെയ്യും. നമ്മൾ ICക്കൊക്കെ ഓരോ ബേസ് യൂസ് ചെയ്യൂലേ, അതുപോലെ ഇതേപോലത്തെ ഒരു സോക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണം. അപ്പം ഈ ട്രാൻസ്മിറ്ററിനും ഞാൻ ഇതുപോലൊരു സോക്കറ്റ്, ഇതെന്ന് പറഞ്ഞാൽ PCB, ഇതേപോലത്തെ PCB കണക്റ്റേഴ്സാണ്, PCB ഫീമെയിൽ കണക്റ്റേഴ്സാണ്. അപ്പോൾ ഇതിനെയാണ് ഞാൻ ഓടിച്ചെടുത്തത്. ഇത് എല്ലാ ലോക്കൽ മാർക്കറ്റിലും ഇലക്ട്രോണിക് ഷോപ്പിലും അവൈലബിൾ ആണ് ഇങ്ങനത്തെ സാധനം. അപ്പോൾ ഇതിനെ എടുത്തിട്ട് പതുക്കെ 4 പിന്നുള്ള സാധനമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ് ഈ സാധനം. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഞാൻ ഈ ട്രാൻസ്മിറ്റർ അതായത് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി, അവിടെ ഇരുന്നോളും. ഇനിയിപ്പോൾ എനിക്ക് ട്രാൻസ്മിറ്റർ മാറ്റണം, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ഫോൾട്ട് പറ്റി എന്തെങ്കിലും പ്രിൻ്റ് പൊട്ടോ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ ഇങ്ങനെ മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം വാങ്ങിച്ച് ഇങ്ങനെ ചെയ്യും. പിന്നെ നമുക്ക് സോൾഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. സോൾഡർ ചെയ്താൽ കഴിഞ്ഞാൽ ഡീസോൾഡർ ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 3 ഞാൻ യൂസ് ചെയ്തേക്കണത്. 3 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരെണ്ണവും റിസീവറിൽ നമുക്ക് രണ്ട് സെക്ഷനിലുണ്ട്, ഇവിടെ. അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ കണക്റ്റ് ആയിക്കോളും, ഇതുപോലെ കണക്റ്റ് ആയിക്കോളും. അപ്പോൾ വളരെ എളുപ്പമാണ് ഇതിൻ്റെ കണക്ട് ചെയ്തത്. PCBയിൽ നമ്മൾ അസംബിൾ ചെയ്യും, അതിനുശേഷം ചുമ്മാ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കും, ദാറ്റ്സ് ഇറ്റ്, അത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളെ ട്രാൻസ്മിറ്റർ റിസീവർ. ട്രാൻസ്മിറ്റർ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. ഈ എൻകോഡർ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതും, പിന്നെ ഒരു 1 MΩ റെസിസ്റ്ററും, പിന്നെ ഈ സ്വിച്ചും, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിനുള്ളൂ. ട്രാൻസ്മിറ്റർ അതിന് വേറെ ഒരു കമ്പോണൻസും ഇല്ല, വളരെ സിമ്പിളായിട്ട്. റിസീവറിന് കുറച്ച് കമ്പോണൻസ് ഉണ്ട്, കുറച്ചെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ ട്രാൻസിസ്റ്റർ എല്ലാം ബിൽഡ് ചെയ്തെടുക്കണം, അസംബിൾ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് തലവേദനയൊന്നും അല്ല പറയാൻ പറ്റില്ല, ഒരു അസംബ്ലിങ് കുറച്ച് ടൈം എടുക്കും ഇതിന്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇതെല്ലാം ഡയറക്റ്റായിട്ട് ഈ പിന്നുകളിൽ സോൾഡർ ചെയ്യാനാണ്. പിന്നീട് വിചാരിച്ചു ഇനിയിപ്പം ഡയറക്റ്റായിട്ടൊന്നും സോൾഡർ ചെയ്യണ്ട, കാരണം സർക്യൂട്ട് ഇത്തിരി വലുതായതുകൊണ്ട് ഇത് കോംപ്ലിക്കേറ്റ് ആണ്. ഞാൻ വിചാരിച്ചൊരു കോമൺ PCBയിൽ ഇതിനെ അസംബിൾ ചെയ്യാമെന്ന്. കാണിച്ചു തരാം. ഇതുപോലൊരു കോമൺ PCBയിൽ നമുക്കിതിനെ അസംബിൾ ചെയ്തെടുക്കാം. അതാണ് ഏറ്റവും സിമ്പിൾ, വളരെ ഇത് ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഇതാണ്, കോമൺ PCB ആണ്, വളരെ ചീപ്പായിട്ട് കിട്ടുന്ന, കട്ടിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഓൺലൈനായിട്ട് വരുത്തിയതാണ്, ഭയങ്കര അബദ്ധം പറ്റിയതാണ്. അതുകൊണ്ട് ഇത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് ഏറ്റവും നല്ലത്. അതുകൊണ്ടല്ലോ ഒരു കട്ടിയുമില്ല, പ്രിൻറ്റും കറക്റ്റല്ല. കണ്ട ഇവിടെയൊന്നും ഹോൾസൊന്നുമില്ല, ഇവിടെയൊന്നും കാണാൻ പറയാം നിങ്ങൾക്ക്.
പലതിലും ഹോളൊന്നുമില്ല. അപ്പോൾ അതനുസരിച്ച് വേണം ഞാനിത് അസംബിൾ ചെയ്യാൻ. സർക്യൂട്ട് ഡയഗ്രം ഞാൻ കൊടുത്തേക്കാം എളുപ്പത്തിന് വേണ്ടി. ഞാനിത് അസംബിൾ ചെയ്തെടുക്കാം, എന്നിട്ട് വരാം. ഞാൻ ട്രാൻസ്മിറ്ററിൻ്റെ അസംബ്ലിങ് കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് കോമ്പോണൻസ് ഇതിനകത്തുള്ളൂ. നമ്മൾ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടാണ് അസംബിൾ ചെയ്തേക്കുന്നത്. കണ്ടോ, ഒന്നും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. പിന്നെ കുറേ ലെഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതായത് ഇതേപോലത്തെ ടെർമിനൽസ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ എങ്കിൽ കുറച്ചുകൂടെ ലെഡ് കുറയ്ക്കായിരുന്നു. പക്ഷേ ഞാൻ ഈ ഈസിക്ക് വേണ്ടി ഞാനിത് മറ്റേതാണ് ഓരോ പിൻ ബൈ പിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് ലെഡ് ഇത്തിരി കൂടുതൽ ചിലവായി. PCB ആണെങ്കിൽ ഇത്രയൊന്നും ഇല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം PCB ഉണ്ടെങ്കിൽ. പിന്നെ ട്രാൻസ്മിറ്റർ ഫിറ്റ് ചെയ്യാനുള്ള സാധനം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ കമുത്തി അങ്ങ് വെച്ചാൽ അവിടെ ഇരുന്നോളൂ, ട്രാൻസ്മിറ്ററായി. പിന്നെ ICക്ക് എൻകോഡർ IC ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ICയും വരും. പിന്നെ സ്വിച്ച് വേണമല്ലോ നമുക്ക് കണക്ട് ചെയ്യാൻ. ഇത്തിരി സ്വിച്ചിന് വേണ്ടി ഞാൻ ഇവിടെ 4 പിന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ കാണാമോ? ഇവിടെ 4 സോൾഡറിങ് പിൻ. അതായത് ഇതിൻ്റെ മെയിലുണ്ടല്ലോ, ഈ സാധനത്തിൻ്റെ മെയിൽ ടൈപ്പ് ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു ട്രാൻസ്മിറ്റർ പാർട്ട്. DIP സ്വിച്ചൊക്കെ ഉണ്ട്. പവർ സപ്ലൈ ഇത് ആൻറ്റിനയ്ക്ക് കണക്ട് ചെയ്യാം. ഇത് പവർ സപ്ലൈ, ഇതും പവർ സപ്ലൈക്ക് യൂസ് ചെയ്യാം. ഇത് പോസിറ്റീവ് ടെർമിനലും ഇത് നെഗറ്റീവ് ടെർമിനലും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ട്രാൻസ്മിറ്റർ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ റിസീവർ വേണം, അല്ലാതെ ഒരു നിവർത്തിയില്ല. അതായത് ട്രാൻസ്മിറ്റർ ഇത് ചെയ്തിട്ട് മാറ്റിയെങ്കിൽ വെക്കണം. എന്നിട്ട് അതിനുശേഷം റിസീവർ കണക്ട് ചെയ്യണം. ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്തിട്ട് ഉടൻ തന്നെ നമുക്ക് റിസീവർ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. കുറച്ചൊന്ന് കിടന്നുറങ്ങി എല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്ന റിസീവർ ഉണ്ടാക്കി. അതാണ് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട. ഇത് ഫസ്റ്റ് ട്രാൻസ്മിറ്റർ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിസീവർ ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ റിസീവർ സെക്ഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഇത് കുറച്ച് വയറൊക്കെ ഇടേണ്ടി വന്നു. കാരണം ഇതിനെ കോമ്പാക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നതോടുകൂടി നമുക്ക് കുറേ അഡീഷണൽ വയറൊക്കെ ഇടേണ്ടി വരും. ഇതിന് സെയിം ട്രാൻസ്മിറ്ററിൻ്റെ അതേ സൈസിലുള്ള ഒരു ബോഡി തന്നെയാണ് ഞാൻ റിസീവറും ചെയ്തത്. ഞാൻ മറ്റേത് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ആ റിസീവർ സാധനം വയ്ക്കുന്നത്. ഇവിടെയാണ് ആ റിസീവർ സാധനം നമ്മൾ വയ്ക്കുന്നത്. പിന്നെ ഇത് റിലേ ഡ്രൈവേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല. അതൊക്കെ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഡീറ്റെയിൽ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ സ്പേസാണ് ഈ കിടക്കുന്നത്, ഈ സാധനം. ഏത് ആ ട്രാൻസ്മിറ്ററൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള ട്രാൻസിസ്റ്റർ എല്ലാം ഫിറ്റ് ചെയ്യാനുള്ള സ്പേസാണ് ഇവിടെ. ഞാൻ ഈ LEDs മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. 5 LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡേറ്റ LEDയും ഈ 4 ഡേറ്റ LEDയും ഇത് സിഗ്നൽ LED ആണ്. സിഗ്നൽ LED എന്ന് വെച്ചാൽ ഇത് ബൈൻഡ് ആയോ ഇല്ലയെന്ന് അറിയാനുള്ള ഒരു LED. പിന്നെ പവർ സപ്ലൈ ഞാൻ കൊടുത്തു. നമുക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷമേ നമുക്ക് ആ ട്രാൻസിസ്റ്റർ ഫിറ്റ് ചെയ്താൽ മതി. ഇതിനെ ഒന്ന് ഫൈനലൈസ് ചെയ്തതിന് ശേഷം, അതായത് വർക്കിംഗ് കണ്ടീഷനിലാക്കിയതിന് ശേഷം നമ്മൾ ബാക്കി റിലേയുടെ ഡ്രൈവേഴ്സ് ഉണ്ടാക്കാം. ഇങ്ങനെയാണ് ഈ സാധനം ഞാൻ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോണം, വളരെ സിമ്പിളാണ്. ഇതിനകത്തോട്ട് ഇറക്കി ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്താൽ മതി. ഇത് ആൻറ്റിനയാണ്. ഇത് ആൻറ്റിന ഞാൻ കൊടുക്കുന്നില്ല, കാരണം ക്ലോസ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആൻറ്റിനയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് ഡീകോഡറാണ് ഇതിനകത്ത് വയ്ക്കുന്നത്. അപ്പം HT12D എന്ന് പറയുന്ന IC ഞാൻ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അതായത് ടെസ്റ്റൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ICയും വെച്ചു. അപ്പം റിസീവർ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ട്രാൻസ്മിറ്റർ സെക്ഷനിൽ ഞാൻ ബാക്കി സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത്, ഈ പവർ സപ്ലൈ ഫിറ്റ് ചെയ്തു, പിന്നെ സ്വിച്ച് ഫിറ്റ് ചെയ്തു. ഒന്നുമില്ല, സ്വിച്ച് ഇവിടെ പിടിച്ച് കണക്ട് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ ടെർമിനൽസ് ഇട്ടിട്ടുണ്ടെന്ന്. അതിനകത്ത് ഇത് ട്രാൻസ്മിറ്ററിൻ്റെ IC ഞാൻ വെച്ചില്ല, എൻകോഡർ IC. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചപ്പിക്കേണ്ടി വരും. ഇത് പുതിയ IC ആണ്, അതുകൊണ്ട് ഇത് വിടർന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് ചപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് ഇത് ചെയ്യണം, കാരണം പുതിയ IC ഇത്തിരി പിന്നുകളെല്ലാം ഇത്തിരി വിടർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചപ്പിച്ചാലേ നമുക്ക് ഇതിനകത്തോട്ട് കയറുള്ളൂ. കറക്റ്റാಗಿ കയറ്റി വെച്ചിട്ടുണ്ട്. IC വയ്ക്കുമ്പോൾ അറിയാമല്ലോ അല്ലേ, ICയുടെ ഇവിടെ ഒരു നോച്ചുണ്ട്. ഈ നോച്ചും അതാണ് സെയിം ആയിട്ടിരിക്കേണ്ടത്. നമ്മൾ IC അസംബിൾ ചെയ്യുമ്പോഴും ആ പിന്നിൻ്റെ ആ നോച്ച് വെച്ചിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിറ്ററിൻ്റെ സെക്ഷൻ വെച്ചില്ല. ട്രാൻസ്മിറ്റർ ആൻറ്റിന ഞെറ്റാണ്. അപ്പം ഞാൻ കമത്തിയാണ് വയ്ക്കുന്നത്. നമുക്ക് കമത്തി വയ്ക്കാം. ഓക്കെ,
അങ്ങനെ ട്രാൻസ്മിറ്ററും കഴിഞ്ഞു. ആൻറ്റന കഴിഞ്ഞു, കറക്റ്റാണ്. പിന്നാലെല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് പവർ സപ്ലൈ കൊടുക്കാം. ഇത് സ്വിച്ച് ഞാൻ കൂടെ സൂം ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റർ, ഇത് റിസീവർ. ട്രാൻസ്മിറ്ററിൻ്റെ മറ്റേ പിന്നെ നോക്കിയാൽ ഞാൻ ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ സൂം ചെയ്ത് കാണിക്കുകയാണ്. ഞാനത് 1 മാറ്റുകയാണ്. ഇപ്പം അഡ്രസ് ബിറ്റ് എല്ലാം സെയിം അഡ്രസ്സിലാണ്, എല്ലാം ഓഫ് പൊസിഷനിലിരിക്കുകയാണ്. നമുക്കത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഈ ടെസ്റ്റിങ്ങിൽ അതെല്ലാം ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ സർക്യൂട്ടിനെ കുറിച്ചൊന്ന് നോക്കാം. ഇതാണ് ട്രാൻസ്മിറ്റർ സർക്യൂട്ട്. അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന എൻകോഡർ HT12E ആണ്. 8-pin DIP സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. 433 MHz RF ട്രാൻസ്മിറ്റർ മോഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫുൾ സർക്യൂട്ടാണ് ട്രാൻസ്മിറ്ററിൻ്റെ മാത്രം. ഞാൻ ഇത് വാങ്ങിക്കേണ്ട ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ, എവിടെ നിന്നൊക്കെ വാങ്ങിക്കണം. ലോക്കൽ മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇൻ കേസ് ലോക്കൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഈ ട്രാൻസ്മിറ്ററിൻ്റെ ഒന്നും സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ പുറത്ത് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതാണ് റിസീവർ സർക്യൂട്ട്. റിസീവർ സർക്യൂട്ടിൽ യൂസ് ചെയ്തേക്കുന്ന ഡീകോഡർ IC HT12D ആണ്. DIP സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അഡ്രസ്സിന് വേണ്ടി. പിന്നെ 433 MHz റിസീവർ മോഡ്യൂളാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഫുൾ കണക്ഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കണ്ടോ 17ാമത്തെ പിന്നിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു LED കണ്ടോ? ആ LED ആണ് ബൈൻഡിങ് വേണ്ടിയിട്ടുള്ള LED. അതായത് റിസീവറും ട്രാൻസ്മിറ്ററും തമ്മിൽ ബൈൻഡ് ചെയ്യുമ്പോൾ കത്തുന്ന LED ആണ് ഈ LED. പിന്നെ ബാക്കി LEDs എല്ലാം കണക്ഷന് വേണ്ടിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്ക് ഔട്ട്പുട്ട് ഏതൊക്കെയാണ് ഹൈ ആവണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. PC 557 PNP ട്രാൻസിസ്റ്ററാണ് കണക്ട് ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ HT12Dയുടെ ഔട്ട്പുട്ട് ആക്റ്റീവ് ലോ ആണ്. അതായത് ആക്ടിവേറ്റ് ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ലോ ആവും. അപ്പോൾ അതിനെ സ്വിച്ച് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ PNP ട്രാൻസിസ്റ്റർ. PC 557 ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനെ ഡയറക്റ്റായിട്ട് നമ്മൾ റിലേയിലാണ് കൊടുത്തേക്കുന്നത്. 5 വോൾട്ട് റിലേയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ വേറെ എന്തോന്നു പിന്നെ ഒരു ഇഗ്നിഷൻ കോയിലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുള്ളേ. ഒരു ഇഗ്നിഷൻ കോയിൽ റിലേയിൽ എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്. നോർമലി ഓപ്പൺ കണക്ഷനിലാണ് നമ്മൾ ആ റിലേ കണക്ട് ചെയ്യണം, ഒരു വിത്ത് എ സ്വിച്ച്. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഇതുപോലത്തെ ഇഗ്നിഷൻ കോയിൽ 4 ഇഗ്നിഷൻ കോയിൽ നമ്മൾ ബാക്കി 4 റിലേയിലും കൂടെ കണക്ട് ചെയ്യണം. മാത്രമല്ല ആ ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി നിങ്ങൾക്ക് കോമൺ ആയിട്ട്, ബാറ്ററി ഇൻക്ലൂഡിങ് സ്വിച്ച്, അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് എല്ലാ റിലേയിലും കണക്ട് ചെയ്യാം. ഈ ബാറ്ററിയിൽ നിന്ന് തന്നെ പിടിച്ച് കണക്ട് ചെയ്യാം. അതായത് നല്ല ബാക്കപ്പ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ 48 റോക്കറ്റ് ഫയർ ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് റീചാർജിങ് ഈ ബാറ്ററി റീചാർജ് ചെയ്താൽ 48 അപ്പോൾ അതിനുശേഷം 2 ഫെയിലായി. അത് 1 ഫെയിലാവുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. 2ാമത്തത് ഫെയിലാവുന്നത് ഇതേപോലെ തന്നെയാണ്, ഇതേ റീസൺ തന്നെയാണ്. പിന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ 48 ഫയർ ചെയ്തതിന് ശേഷവും ഞാൻ പിന്നെയും മറ്റേ ട്രാൻസ്മിറ്ററിൽ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇഗ്നിഷൻ നല്ല പവർഫുള്ളിൽ തന്നെ കത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിന് നല്ല ബാക്കപ്പ് ഉണ്ട്. പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞിട്ടില്ല, 3.9 വോൾട്ടേജ് ആണ് കാണിച്ചത് ആ സമയത്ത്, അതായത് 48 ഫയറിങ്ങിന് ശേഷം. അപ്പം ഇത് ട്രാൻസ്മിറ്ററാണ്. പിന്നെ ട്രാൻസ്മിറ്ററിൻ്റെ വയറിൻ്റെ നീളം കാരണമാണ് ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യണത്. ആക്ച്വലി ട്രാൻസ്മിറ്റർ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ ട്രാൻസ്മിറ്റർ. ഒന്നുമില്ല അതിനകത്ത്, ആകെ ഒരു 2 ICയും ഒരു ICയും ഒരു 4-5 റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ള റിസീവറിലാണ് കോംപ്ലിക്കേഷൻ കൂടുതൽ. അതുകൊണ്ടാണ് ഇതായി ബാക്കിലൊക്കെ എനിക്ക് വയർ കണക്ട് ചെയ്യേണ്ടി വന്നത്. ഇത് റിസീവർ, ഇത് ട്രാൻസ്മിറ്റർ. ഞാൻ ആൻറ്റിന കണക്ട് ചെയ്യുന്നില്ല, കാരണം ഒരു റൂമിനകത്ത് വേണമെങ്കിൽ ആൻറ്റിനയുടെ ആവശ്യമില്ല. കാരണം നല്ല റേഞ്ചാണിത്, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. AM ആയതുകൊണ്ട് അതിൻ്റേതായ ക്വാളിറ്റി എല്ലാം ഇതിനുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് പവർ സപ്ലൈ കാണാമല്ലോ അല്ലേ, LED എല്ലാം. ഇനി ഞാൻ ഇതിനകത്ത് പവർ സപ്ലൈ കണക്ട് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ട്രാൻസ്മിറ്ററിനകത്താണ് സപ്ലൈ കൊടുക്കുന്നത്. ട്രാൻസ്മിറ്ററിൻ്റെ സപ്ലൈ കൊടുത്തു. ഇനി അടുത്ത റിസീവറിൻ്റെ സപ്ലൈ ആണ് കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് കണ്ടോണം. ഇത് അതിൻ്റെ ബൈൻഡിങ് LED ആണ്. ഇത് രണ്ടും ഇതിൻ്റെ അഡ്രസ് ബിറ്റ് സെയിം ആണെങ്കിൽ ഈ LED കത്തും, ഇല്ലെങ്കിൽ ഈ LED കത്തൂല. ഈ LED കത്തിയില്ലെങ്കിൽ ആലോചിച്ചോണം, ഇതിൻ്റെ രണ്ടിൻ്റെ അഡ്രസ്സ് ഡിഫറൻ്റ് ആണ്. പിന്നെ ഈ ട്രാൻസ്മിറ്റർ ഇല്ലെങ്കിൽ ഈ 4 LED കത്തി കിടക്കും. ഞാൻ കാണിച്ചു തരാം അതെല്ലാം. കണ്ടാ, ഇപ്പം ബൈൻഡായി. ഈ LED കത്തിയിൽ കിടക്കണതുകൊണ്ട് അതിൻ്റെ മീനിങ് ഈ 2 സാധനം ബൈൻഡഡ് ആണ്. ഇനി നമുക്ക് ഈ സ്വിച്ച് ഓരോന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കാം. ഞാൻ ഓരോരോ സ്വിച്ചായിട്ട് പ്രസ് ചെയ്യണേ. ഇതാ ഞാൻ ഇത്തിരി ഒതുക്കി വയ്ക്കാം, അപ്പം കാണുകയും ചെയ്യാമല്ലോ. ഇതാ ഇത് പ്രസ് ചെയ്യാൻ സൗണ്ടൊക്കെ കേട്ടോണം. അതായത് റിലേയുടെ അല്ല, ഈ സ്വിച്ച് പ്രസ് ചെയ്യണ എൻ്റെ സൗണ്ട് കണ്ടാ. ഈ സ്വിച്ച് പ്രസ് ചെയ്തിരിക്കുമ്പോൾ ഇത് ഓണാവും. ഈ സ്വിച്ച് പ്രസ് ചെയ്തിരിക്കുമ്പോൾ സെക്കൻഡ് ഓണായി, തേർഡ് ഓണായി, ഫോർത്ത് ഓണായി. പ്രസ് ചെയ്ത് വിട്ട LED ആണെങ്കിൽ ഇത് ഓരോ പൾസസ് ആണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങനെ. ഇനിയിപ്പം ട്രാൻസ്മിറ്റർ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഞാൻ ട്രാൻസ്മിറ്റർ ഓഫ് ചെയ്ത്
സിഗ്നലൊന്നുമില്ല. ചില സമയത്ത് ഇത് ഈ LED എല്ലാം ഇപ്പം കണ്ട എല്ലാം കത്തിക്കിടക്കും. അതായത് ട്രാൻസ്മിറ്റർ ഇപ്പം പവർ സപ്ലൈ ഓഫാണ്. അപ്പം ഇതെല്ലാം കത്തിക്കിടക്കും. ചിലപ്പോൾ എല്ലാം ഓഫായിരിക്കും. അത് ഓരോന്ന് കാരണം റീസ്റ്റാർട്ട് ചെയ്താൽ എല്ലാം കത്തിക്കിടക്കുന്നത്. ഇതാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ് നോർമലി ഞാൻ കാണുന്നത്. ഞാൻ ഇതിനകത്ത് പവർ സപ്ലൈ കൊടുക്കുമ്പോൾ നോക്കിക്കോ, ബൈൻഡ് ആവണോ നോക്കിക്കോ, കണ്ട ബൈൻഡായി. ഇപ്പോൾ മനസ്സിലായി. അതായത് ട്രാൻസ്മിറ്റർ ഊരിക്കളഞ്ഞാൽ ഇതെല്ലാം ഓഫാണ്. പക്ഷേ അത് കാരണം എന്ന് വെച്ചാൽ വൺസ് ഇത് ബൈൻഡഡ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ട്രാൻസ്മിറ്ററിന് ഞാൻ പവർ സപ്ലൈ ഇല്ല. ഇനി ഞാൻ ഇത് ഓൺ ചെയ്താൽ ബൈൻഡഡായി. ഇനി ബൈൻഡ് ചെയ്ത് ഞാനിത് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യുന്ന കാരണം അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഊരിയിട്ട് ഇട്ടാൽ ഇതെല്ലാം കത്തിക്കിടക്കണമെങ്കിൽ ചിന്തിച്ചോ, ഉറപ്പിച്ചോ ട്രാൻസ്മിറ്റർ വർക്കിംഗ് അല്ല. ഈ LED കത്തിയില്ലെങ്കിൽ ഉറപ്പിച്ചോ ട്രാൻസ്മിറ്റർ ഒട്ടും വർക്കിംഗ് അല്ല. ഇനി ഞാനിത് കണക്ട് ചെയ്തു. ഇനി ഈ അഡ്രസ് ബിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ റിസീവറിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്മിറ്ററിൻ്റെ അഡ്രസ്സ് മാറ്റാം. ട്രാൻസ്മിറ്ററിൻ്റെ ഈ 8ാമത്തെ പിന്നുണ്ടല്ലോ, അത് ഞാൻ കണക്ട് ചെയ്യണേ. കണ്ട ഇവിടെ LED ഓഫായി. കാരണം ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണ ബിറ്റല്ല, അഡ്രസ് ബിറ്റല്ല ഇത് ട്രാൻസ്മിറ്റ് ചെയ്യണത്, ഇത് റിസീവ് ചെയ്യണത്. റിസീവറും രണ്ട് അഡ്രസ്സിൽ നിൽക്കുക. അതുകൊണ്ടാണ് ഈ LED കത്താത്തത്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഇവിടുത്തെ ഈ LED ആണ് ഈ സ്വിച്ചാണ് ഓൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഇത് ബൈൻഡ് ആവും. കണ്ട ഇപ്പം ബൈൻഡായി. ഇനിയിപ്പം ഞാനിത് മാറ്റിക്കഴിഞ്ഞാൽ ഈ സ്വിച്ച് പ്രസ് ചെയ്താലൊന്നും ഒരു എഫക്റ്റും കാണില്ല. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ അഡ്രസ്സിൻ്റെ ഉപയോഗം. കാരണം തൊട്ടടുത്ത വീട്ടിൽ ആരെങ്കിലും ഇത് സർക്യൂട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് അഡ്രസ്സ്. അപ്പം 2⁸ അഡ്രസ്സസ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. 2⁸ എന്ന് വെച്ചാൽ എത്ര? കാൽക്കുലേറ്റ് ചെയ്യാൻ വയ്യ. അപ്പോൾ അത്രയും അഡ്രസ്സ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് അത്രയും പേർക്ക് ഇത് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ മീനിങ്. സോ നമ്മളുടെ ട്രാൻസ്മിറ്റർ ഈസ് വർക്കിംഗ് ഫൈൻ. ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ഈസ് വർക്കിംഗ് ഫൈൻ. അപ്പം നമുക്കിനി ബാക്കി ഈ ട്രാൻസിസ്റ്റേഴ്സ് ഫിറ്റ് ചെയ്യാം. ഏതിന്? റിലേ ഡ്രൈവറിൻ്റെ ട്രാൻസിസ്റ്റേഴ്സ് ഇനി ഫിറ്റ് ചെയ്ത് തുടങ്ങാം. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം അത് സെപ്പറേറ്റ് വേണമെങ്കിൽ വേറൊരു ബോർഡിൽ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തോട്ട് കണക്ട് ചെയ്താലും മതി. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ ആ റിലേയുടെ ഡ്രൈവേഴ്സ് ട്രാൻസിസ്റ്റേഴ്സ് ഡയറക്റ്റായിട്ട് തന്നെ ഇതിനകത്ത് തന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അത് കണക്ട് ചെയ്തിട്ട് ഞാൻ വരാം. സർക്യൂട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, വർക്കിംഗ് സാധനം മാത്രമേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട, എല്ലാം വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ആ സർക്യൂട്ട് അതുപോലെ ഡിറ്റോ ആയിട്ട് ഉണ്ടാക്കിയാൽ മതി, അത് വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, ശരി. ഞാൻ ഇത് ട്രാൻസിസ്റ്റർ അസംബിൾ ചെയ്തിട്ട് വന്നിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം. റിലേയുടെ ടിക് സൗണ്ടും കൂടെ കേൾപ്പിച്ച് തരാം. ഓക്കെ, കണ്ടോ ഞാൻ എൻ്റെ ഡ്രൈവറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഇതുപോലത്തെ മെയിൽ കണക്റ്റേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ കുറേ കണക്ഷൻ കൊടുത്തു. ഇത് റിലേക്ക് ഒരു ടെർമിനൽ നെഗറ്റീവാണ്. അപ്പോൾ ആ നെഗറ്റീവ് റിലേ കണക്ട് ചെയ്യാനുള്ള സാധനം ഞാനിവിടെ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതായത് സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത്തിരി ബൈ, എന്നാലും കുഴപ്പമില്ല, വർക്ക് ചെയ്യും. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ റിലേ കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് തരാം. ഞാൻ ട്രാൻസ്മിറ്ററിൽ ഒരു സെക്ഷൻ പറയാൻ വിട്ടുപോയിരുന്നേ. എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 10K വെച്ച് നമ്മൾ എല്ലാത്തിനും പോസിറ്റീവിലൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. സർക്യൂട്ട് കറക്റ്റാണ്, സർക്യൂട്ടിൽ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എന്തൊക്കെ കോമ്പോണൻസ് വേണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ഇത് ഈ 10Kയുടെ കാര്യം വിട്ടുപോയി. അത് പിന്നീടാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പിന്നെ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ട് കറക്റ്റാണ്, അതോട് പേടിക്കൊന്നും വേണ്ട. അത് മാത്രമേ ഞാൻ ജസ്റ്റ് പറയാനുള്ളൂ. നമുക്കിനി ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിലേ ഞാനൊന്ന് കണക്ട് ചെയ്യാം. ഒരു റിലേ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് സോൾഡർ ചെയ്ത് വയ്ക്കാം. വേറൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നെഗറ്റീവാണ്. ഞാൻ ഇതിൻ്റെ അഡ്രസ്സൊന്നും നേരത്തെ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അഡ്രസ്സൊക്കെ സെയിം. ഞാൻ ഒരു റിലേ കണക്ട് ചെയ്യണുള്ളൂ. നമുക്ക് എല്ലാ റിലേയും അസംബിൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ റിലേയും കണക്ട് ചെയ്യാം. ഞാൻ ഈ കമ്പോണൻസിൻ്റെ ലീഡ്സ് കട്ട് ചെയ്തതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അത് ഡേഞ്ചറാണ്, കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലെല്ലാം തുടരുകയാണെങ്കിൽ ഷോർട്ടാവും. അപ്പം ഞാൻ ഇത് ഓരോന്നായിട്ട് ഇത് ചെയ്യാണ്. ഞാൻ ട്രാൻസ്മിറ്ററിൻ്റെ പവർ സപ്ലൈ കൊടുക്കുകയാണ്. ട്രാൻസ്മിറ്ററിൻ്റെ പവർ സപ്ലൈ കൊടുത്തു. ഇവിടെ റിലേ ഉണ്ട്, നമ്മളെ റിസീവറുണ്ട്, സ്വിച്ച് ഇവിടെ ഉണ്ട്, കാണാമല്ലോ അല്ലേ. ഇനി റിസീവറിൻ്റെ പവർ സപ്ലൈ. ഓക്കെ, ബൈൻഡിങ് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് LED കത്തണ കാണാം. ഈ LEDസിൻ്റെ ബ്രൈറ്റ്നസ് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് പിന്നെ ഇളവി കുറച്ച് ഫ്ലക്സ് തേച്ചിട്ട് സോൾഡർ ചെയ്യാം. പാടില്ലാത്തതാണ്. ഓക്കെ, ബിക്കോസ് ഇതിൻ്റെ ഡ്രൈവർ ഉണ്ടല്ലോ, ട്രാൻസിസ്റ്ററിൻ്റെ ഡ്രൈവറിനും കൂടെ ഇത് വരുന്നുണ്ട്, കുറച്ച് കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം കുറച്ച് ചെറിയ ബ്രൈറ്റ്നസ് കുറവ്, അത് കുഴപ്പമില്ല.
ഇനി ട്രാൻസ്മിറ്ററുണ്ട്, റിസീവറുണ്ട്. ഞാനിത് ഓൺ ചെയ്ത് കാണിക്കാം. ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം റിലേയുടെ ടിക് ടിക് സൗണ്ട് നിങ്ങൾക്ക് കാണണം. ഇത് ഏതാണ് സ്വിച്ച് എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ, ഏതൊക്കെയാണ് കണക്റ്റഡ്. ഇതല്ല, അതായത് കണ്ടല്ലോ, ബ്രൈറ്റ്നസ് കുറഞ്ഞത് കണ്ടല്ലോ, കത്തുന്നുണ്ട്, പക്ഷേ ബ്രൈറ്റ്നസ് ഒരല്പം കുറവ്. സാരില്ല. ഈ സ്വിച്ചല്ല, ഈ സ്വിച്ചല്ല, ഈ സ്വിച്ചല്ല. ഓക്കെ, ഈ സ്വിച്ചാണ്. ഈ സ്വിച്ചിലാണ് അത് ബൈൻഡ് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തേക്കുന്നത്. ഈ അറ്റത്തെ സ്വിച്ചിൽ നോക്കിയോ. റിലേയുടെ ടിക് ടിക് സൗണ്ട് കേട്ടോണേ. ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല. സോ നമ്മുടെ സർക്യൂട്ട് വർക്കിംഗ് ആണ്, പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഒന്നും പറയാനില്ല. അത്രയ്ക്ക് പവർഫുള്ളായിട്ടും അടിപൊളിയായിട്ടും വർക്കിംഗ് ആണ്. ഇനി ഇതിനെ നമുക്ക് 4 റിലേയും കണക്ട് ചെയ്ത് വെച്ചിട്ട് ഇതിനെ ഈ പവർ സപ്ലൈ ഉണ്ടല്ലോ, ഈ റിസീവറിലുള്ള പവർ സപ്ലൈ ഞാൻ ഒരല്പം കൂടെ പവർഫുള്ളാക്കും എന്ന് വെച്ചാൽ നമ്മൾ നൈക്രോം വയറാണല്ലോ ഇത് ചെയ്യാൻ പോകുന്നത്. നൈക്രോം വയറിനെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. നൈക്രോം വയർ ഇത്തിരി കറണ്ട് കൂടുതലെടുക്കും. അപ്പം ഈ കറണ്ടിൽ ഡ്രോപ്പ് വരാതിരിക്കാൻ വേണ്ടി, കാരണം നൈക്രോം വയർ വഴി കറണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, നൈക്രോം വയറിൽ സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുക്കാം. അപ്പം മറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അതായത് നൈക്രോം വയറിന് സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഈ നൈക്രോം വയർ ഓൺ ആകുമ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് അങ്ങ് കുറയും, ഡ്രോപ്പ് ആകും. കാരണം അതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യുന്ന സാധനം, ഹൈ റെസിസ്റ്റൻസ് ആണ്, പക്ഷേ ഇത്തിരി കറണ്ട് വലിക്കുന്ന സാധനമാണ്. അപ്പം വോൾട്ടേജ് ഡ്രോപ്പ് വരും. അപ്പോൾ ആ വോൾട്ടേജ് ഡ്രോപ്പ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം, വേറൊരു പവർ സപ്ലൈ കൊടുക്കാം. അതായത് നൈക്രോം വയറിന് സെപ്പറേറ്റ് പവർ സപ്ലൈ ഒരു 2 ബാറ്ററിയോ എല്ലാം പാരലായിട്ട് കൊടുത്തിട്ട് അത് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നേരം ബാക്കപ്പ് കിട്ടും. ഓക്കെ, ഞാനിതിൻ്റെ റിലേ ഒക്കെ കണക്ട് ചെയ്തു കേട്ടോ, കംപ്ലീറ്റ് 4 റിലേയും കണക്ട് ചെയ്തു. എല്ലാം ഇനി ഈ റിലേയിൽ ഇനി വയർ വരും. ഇത് മൊത്തം വയർ കൊണ്ടുള്ള കളികളാണ്. പിന്നെ 2 ബാറ്ററി ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്തു. അത് ബാറ്ററി ഹോൾഡറിനെ 2 എണ്ണം എടുത്തിട്ട് ഇടയ്ക്ക് ഇതാണ് ഡബിൾ സൈഡഡ് ടേപ്പാണ് ഒട്ടിച്ചേക്കുന്നത്. 2 എണ്ണം എടുത്തിട്ട് ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്തു. പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു നെഗറ്റീവ്. ഇത്തിരി അലൈൻമെൻറ്റ് മാറിപ്പോയി. കണക്ട് ചെയ്തു. അപ്പോൾ 2 എണ്ണം ബാറ്ററി എന്തിനാന്ന് പറയാമോ? ഒന്ന് ഇതിന് വേണ്ടിയും, പിന്നെ കാറിൻ്റെ കണക്ഷനും ഇതിനകത്ത് ഇന്ന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ 2 ബാറ്ററി ആകുമ്പം ഒരുപാട് ബാക്കപ്പ് കിട്ടും. അപ്പം നമുക്കതും ചെയ്തു. ഞാൻ റിലേ മൊത്തം കണക്ട് ചെയ്തു. ഇതിനകത്ത് ഇനി വയറൊന്നും വരില്ല, ഒരു ആൻറ്റിന മാത്രമേ വരുള്ളൂ. നമുക്ക് ആൻറ്റിന കണക്ട് ചെയ്യാം. ആൻറ്റിന ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കത് കണക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ റിലേക്കകത്ത് ഇനി വയർ വരും കേട്ടോ. മറ്റേ ഇതേപോലത്തെ സീരിയലായിട്ട് കണക്ട് ചെയ്തേക്കണ ഒരു ബാറ്ററി ഞാൻ എടുക്കുന്നുണ്ട്. അതാണ് ഞാൻ റിലേ വഴി ഫിലമെൻറ്റ് കൊടുക്കാൻ പോണത്. ഫിലമെൻറ്റ് മറ്റേ നൈക്രോം വയറിലില്ലേ. അപ്പം ഇത് മൊത്തം വയർ വെച്ചുള്ള കളികളാണ്, മൊത്തം വയർ. പിന്നെ മറ്റൊരു ഇത്, ഇൻ കേസ് റോക്കറ്റൊക്കെ ലോഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് പവർ സപ്ലൈ കൊടുക്കേണ്ടത് ഇതിനൊരു ഓൺ ഓഫ് സ്വിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ അതും കൂടെ ഫിറ്റ് ചെയ്യാം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനത് മറ്റേനകത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഓൺ ഓഫ് സ്വിച്ചും കൂടെ ഫിറ്റ് ചെയ്യാം. അതായത് ട്രാൻസ്മിറ്ററിൻ്റെ പവർ സപ്ലൈ കൊടുത്തിട്ട് വേണം റിലേയുടെ പവർ ഓൺ ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ 4 റിലേ ഓൺ ആവും. അപ്പോൾ നിങ്ങൾ റോക്കറ്റ് ലോഡ് ചെയ്ത് വെച്ചിട്ട് റിസീവറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്താൽ ടപ്പേ എല്ലാം റെഡിയായിട്ട് ഫയർ ആവും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. കാരണം ഇതിനകത്ത് ഒരെണ്ണത്തിൽ ഇട്ടാൽ മതി, പാരലാണല്ലോ, അതുകൊണ്ട് ഒരെണ്ണത്തിൽ ഇട്ടാൽ മതി. ഞാൻ ഇത് ഇട്ട് കാരണം എല്ലാ റിലേ ഓണാണ്. നിങ്ങൾക്ക് ആ ഈ LED കത്തി കിടക്കണ കാണാം ഇല്ലേ? അപ്പോൾ എല്ലാ റിലേ ഓണാണ് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് ട്രാൻസ്മിറ്ററിൽ സപ്ലൈ കൊടുക്കും. ഇപ്പോൾ ട്രാൻസ്മിറ്റർ ഓണായി, എന്നിട്ട് ഇത്, പക്ഷെ അപ്പോഴും ഒന്ന് ഓണായിട്ടാണ് ഓഫായത് കേട്ടോ. ഇത് കലിപ്പാവോ? ഒന്ന് ഫയർ ആയതിന് ശേഷമാണ് ഇത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാമോ? ഇഗ്നീഷനിലോട്ട് പോകില്ല, അതായത് നൈക്രോം വയറിലോട്ട് പോകുന്ന റിലേയിൽ നിന്ന് നൈക്രോം വയറിലോട്ട് പോകുന്ന സപ്ലൈയിൽ നമുക്കൊരു സ്വിച്ച് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ബൈൻഡിങ് നടന്നതിന് ശേഷം മാത്രം ആ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പം ഒരിക്കലും റിലേ വഴി സപ്ലൈ ഇഗ്നീഷനിലോട്ട് പോവില്ല. ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരുന്നതാണ് ഇത് എന്തൊക്കെയാണ് ഇഷ്യൂസ്, പിന്നെ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. ഇനി ഓരോന്നായിട്ട് ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം റിലേ ഓണാണോ ഇല്ലേന്ന്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമല്ലോ ഇല്ലേ റിലേയുടെ? ഇതല്ല, ഇതാണേ ഈ അറ്റത്തെ സ്വിച്ചിൻ്റെ റിലേ ഇതാണ്. രണ്ടാമത്തത് ഇതാണേ, ഈ രണ്ടാമത്തെ സ്വിച്ച്. മൂന്നാമത്തെ സ്വിച്ച് ഇതാണേ,
നമുക്ക് എടുത്ത് നോക്കാൻ പറയാം, ടിക് ടിക് സൗണ്ട് നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. കണ്ട, അപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇത് കൊടുക്കണം, റിലേയുടെ സപ്ലൈ കൊടുക്കണം, റിലേയുടെ എക്സ്റ്റേണൽ സപ്ലൈ. എന്തിന്? വയർ കണക്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ആക്കി വെക്കാം. ഏതിനകത്ത്? നമ്മുടെ നൈക്രോം വയറിനകത്തോട്ട് കണക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് പിന്നീട് നമുക്ക് ആ റോക്കറ്റ് ലോഞ്ചറിലോട്ട് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതെല്ലാം ചെയ്തതിന് ശേഷം വരാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം, ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് രണ്ട് റെക്കോർഡിങ്ങും ഇതും രണ്ടും കൂടെ ഒരല്പം ബുദ്ധിമുട്ടാകും, ഒരാൾക്ക് കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പറഞ്ഞുതരാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ എല്ലാ വയറും കണക്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്കി, അതായത് സർക്യൂട്ടിനകത്തുള്ള എല്ലാ വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. റിലേ ഉൾപ്പെടെ പവർ സപ്ലൈ ഉൾപ്പെടെയുള്ള എല്ലാ കണക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മാത്രം കണക്ട് ചെയ്താൽ മതി. അതായത് നമ്മളെ റോക്കറ്റ് ലോഞ്ചറിലോട്ട് മാത്രം ട്രിഗർ കണക്ട് ചെയ്യണ പാട് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തൊക്കെയാണിതെന്ന്. ഞാൻ എന്താ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ഇത് പാരലായിട്ട് കണക്ട് ചെയ്തേക്കണേ. ഇതിൽ നിന്നാണ് ഈ ബാറ്ററി, 2 ബാറ്ററി പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മുടെ ഈ റിസീവർ സർക്യൂട്ടിലുള്ള പവർ സപ്ലൈ പ്ലസ് നമ്മുടെ മൊബൈൽ ലോഞ്ചർ, അതായത് കാറിൻ്റെ പവർ സപ്ലൈയും ഇതിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കാറിൻ്റെ പവർ സപ്ലൈ നമ്മൾ നേരത്തെ കണ്ടല്ലോ, ഞാൻ ഒരു മറ്റേ അതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വഴിയാണ് പവർ സപ്ലൈ പോയിരിക്കുന്നത്. അപ്പം ഈ റിസീവറിലേക്കുള്ള സർക്യൂട്ടിന് വേണ്ടി ഞാനൊരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് പുഷ് 1 ആംപിയർ 2 ആംപിയർ വരെ ഈ സ്വിച്ച് താങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു സ്വിച്ചാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. അതാ കണ്ട, ഈ സ്വിച്ച് എവിടെ നിന്ന് വാങ്ങിക്കാന്നുള്ള ലിങ്ക് ഞാൻ ഇട്ടേക്കാം. വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി, ഇല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഓൺലൈനിൽ ഇത് ഒരല്പം വില കൂടുതല, ലോക്കൽ മാർക്കറ്റിൽ വില കുറവാണ്. അപ്പം ഇതിൻ്റെ പോസിറ്റീവ് ആയിരുന്നു കണക്ട് ചെയ്യേണ്ട, വിട്ടുപോയി. ഞാൻ നെഗറ്റീവ് സപ്ലൈ ആണ് കണക്ട് ചെയ്തേക്കണം. കുഴപ്പമില്ല, സ്വിച്ചാണല്ലോ. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്നാണ്, പോസിറ്റീവ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ, നോർമലി നമ്മൾ പോസിറ്റീവിലാണ് സപ്ലൈ ഒക്കെ സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. അപ്പം പോസിറ്റീവ് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരുന്നു. സാരമില്ല, ഞാൻ ഏതായാലും വയർ കട്ട് ചെയ്ത് പോയില്ലേ. അപ്പം ഞാനൊരു നെഗറ്റീവ് സപ്ലൈയിലാണ് സ്വിച്ച് തുടങ്ങുന്നത്. പോസിറ്റീവിലായാലും മതി, കാരണം ഇതുവഴി ഈ 2 വയർ കണക്റ്റഡ് ആയിരുന്നു. ഞാനെന്ത് ചെയ്ത ഒരു കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് ഇവിടെ 2 കൊടുത്തു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അതെനിക്ക് എൻ്റെ അടുത്തൊന്ന് ഫോൾട്ടാണ്, നല്ല കുഴപ്പമില്ല, വർക്ക് ചെയ്യും. അപ്പം ഇതുവഴി നേരെ സർക്യൂട്ടിനകത്ത് പോയിട്ടുണ്ട്, റിസീവർ സർക്യൂട്ടിൽ. എന്നിട്ട് റിസീവർ സർക്യൂട്ട് അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം റിലേ കണക്ഷനാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ പവർ സപ്ലൈ, ഇത് സീരിയലായിട്ട് കണക്ട് ചെയ്തേക്കണം, പാരലല്ല, സീരിയലായിട്ട്. അതായത് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവിൻ്റെ ഇവിടെ കണ്ട സീരിയലായിട്ട് കണക്ട് ചെയ്തേക്കണം. കണ്ട, സീരിയലായിട്ട് കണക്ട് ചെയ്തു. ദെൻ നമ്മൾ സീരിയലായിട്ടെടുത്ത് നേരെ ഇതിൻ്റെ പോസിറ്റീവ് എടുത്ത് സ്വിച്ച് കൊടുത്തു. ഇതിൽ കൂടെ പവർ കൂടിയ സ്വിച്ചാണ്, കാരണം ഇത് മറ്റേ നൈക്രോം വയറിലോട്ടുള്ള സാധനമില്ല. അപ്പം ഇതിൽ കൂടെ ആംബിയർ കൂടുതലുള്ള 4 ആംബിയർ വരെ, 250 വോൾട്ടിൽ 4 ആംബിയർ വരെ താങ്ങാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് അത് ചെറിയ മറ്റേ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചു. ഇതും ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് തന്നെ ഒട്ടിച്ച് വെച്ചേക്കണം. അപ്പം അതിൽ നിന്ന് നേരെ എടുത്ത് റിലേയുടെ സെൻറ്റർ പിൻ, എല്ലാ റിലേയുടെയും സെൻറ്റർ പിൻ കോമൺ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, കാണാം. അതായത് ഇവിടെ നിന്ന് ഒരു വയറെടുത്ത് നേരെ ഈ റിലേയുടെ സെൻറ്റർ പിൻ, ഇവിടെ നിന്ന് ഓരോ വയർ ഇതിൻ്റെ ബാക്കി എല്ലാ റിലേയുടെയും കോമൺ പിന്നിലോട്ട്, അതായത് ടെർമിനൽസിൻ്റെ ഔട്ട്പുട്ട് ടെർമിനൽസിൻ്റെ കോമൺ ടെർമിനൽസിലോട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ പിന്നിൽ നിന്ന് ഓരോ നീളം കൂടിയ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് സപ്ലൈ, സെപ്പറേറ്റ് പവർ സപ്ലൈ ആണ്. നെഗറ്റീവ് സപ്ലൈ ഇതാ ഇവിടെ നിന്ന് എടുത്ത് ഒരു വയർ. അപ്പം ഞാൻ ഇപ്പം കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കണത് എന്തിനാണെന്ന് വെച്ചാൽ, നെഗറ്റീവ് സപ്ലൈ ഓരോ സ്ഥലത്ത് ഓരോ ഫിലമെൻറ്റിലോട്ടും നെഗറ്റീവ് സപ്ലൈ പോകുന്നില്ല. ഒരൊറ്റ കോമൺ വയർ പോയിട്ട് ആ കോമൺ വയറിൻ്റെ അവിടെ നിന്ന് നെഗറ്റീവ് സപ്ലൈ തമ്മിൽ കണക്ട് ചെയ്യും ടോപ്പിൽ. അപ്പോൾ നമുക്ക് വയർ കുറച്ച് ലാഭിക്കാം. പിന്നെ ഈ വയറൊക്കെ അനങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് ഇട്ട് ഒട്ടിക്കേണ്ടി വരും. കാരണം ഇല്ലെങ്കിൽ വെച്ചാൽ ഇതെല്ലാം കട്ടായി പോകും, എപ്പോഴും കാണാം ഇത് ചെയ്യണം. അപ്പോൾ നമുക്കിത് കാറിൽ ഫിക്സ് ചെയ്യാം. കാറിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഫിലമെൻറ്റ് ടോപ്പിൽ കൊണ്ടുപോകാം, ഈ വയർ വെച്ച് കൊണ്ടുപോകാം. അപ്പോഴത്തേക്ക് ഇത് പിന്നെ അനങ്ങില്ല. പിന്നെ കാറിൻ്റെ മുകളിൽ ഉള്ള വയറിങ് മാത്രമേ നമുക്ക് പിന്നെ ഉള്ളൂ. ആദ്യത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് സാധനങ്ങളെ മുഴുവൻ ഒരു മൊബൈൽ യൂണിറ്റിൽ നമ്മുടെ കാറിനകത്ത്, റിമോട്ട് കൺട്രോൾ കാറിനകത്ത് ഫിക്സ് ചെയ്യുന്നതും, പിന്നെ മിസൈൽ ട്യൂബ് ഉണ്ടാക്കുന്നതും, പിന്നെ ഇഗ്നിഷൻ കോൺടാക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ എൻഡ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് പോവാം.